H1 വിസയ്ക്ക് എത്ര രൂപയാണ് ആക്കിയത്? $1,00,000 ആക്കിയില്ലേ? അവർ പറയുന്നു വരേണ്ട എന്ന് ഞങ്ങൾക്ക് നിങ്ങളെ വരാൻ അനുവദിക്കണമെന്നില്ല. വരണമെന്നുണ്ടെങ്കിൽ ഇത്രയും പണം നൽകൂ. നമ്മുടെ കയറ്റുമതിക്ക് ഇത്രയധികം വിലയുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഭാരതത്തിൽ നിന്നുള്ള വ്യാപാര പാതകൾ ആര് നിയന്ത്രിക്കുമെന്ന കാര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പരസ്പരം മത്സരിക്കുകയായിരുന്നു. അതൊരു വേറെ കാലമായിരുന്നു. ഇന്ന് നമ്മുടെ കയറ്റുമതിയുടെ അവസ്ഥ ഇതാണ്. അമേരിക്ക പറയുന്നു, ഞങ്ങൾ ടാരിഫ് ഏർപ്പെടുത്തുമെന്ന്. ഞങ്ങൾക്ക് നിങ്ങളുടെ കയറ്റുമതി ആവശ്യമില്ല. ഞങ്ങൾ നിങ്ങളുടെ കയറ്റുമതി തടഞ്ഞാൽ നഷ്ടം ഞങ്ങൾക്കല്ല, നിങ്ങൾക്ക് തന്നെയാണ്. അമേരിക്കയ്ക്ക് എങ്ങനെയാണ് ഇത്രയധികം ടാരിഫ് ഏർപ്പെടുത്താൻ കഴിയുന്നത്? കാരണം നിങ്ങളുടെ കയറ്റുമതി ഇവിടെ എത്തിയില്ലെങ്കിലും മറ്റ് പകരക്കാർ ഉണ്ടെന്ന് അവർ പറയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ ചൈനയിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ വിയറ്റ്നാമിൽ നിന്നോ വരാം. വാസ്തവത്തിൽ നമ്മുടെ കയറ്റുമതി തടയപ്പെട്ടാൽ ഈ രാജ്യങ്ങൾക്കെല്ലാം ഗുണമുണ്ടാകും. നിങ്ങൾ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ അത്ര വലിയ കാര്യമൊന്നുമല്ല. അതാര് വേണമെങ്കിലും ചെയ്തുകൊള്ളും. പക്ഷെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഡോളർ നിങ്ങൾക്ക് വലിയ കാര്യമാണ്. നമ്മൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. നിൽക്കുന്ന ഒരിടം മനസ്സിലാക്കിയാൽ മാത്രമേ അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയൂ. അവിടെ നിന്ന് വികസനവും പുരോഗതിയും ഉണ്ടാകൂ. വെറുതെ ഒരു കുമിളയുണ്ടാക്കി ഞാൻ വിശ്വഗുരുവാണ്, ഞാനാണ് ശ്രേഷ്ഠൻ എന്നൊക്കെ പറയുന്നത് സ്വയം അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇപ്പോൾ അമേരിക്കൻ കമ്പനികൾ അവരുടെ ജീവനക്കാരോട് പറയുന്നു അമേരിക്കയ്ക്ക് പുറത്തേക്ക് പോകരുതെന്ന്. പുറത്തു പോയാൽ തിരികെ വരാൻ അനുവദിക്കില്ലെന്ന്. ഇനി പുറത്താണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ തിരികെ വരാൻ പറയുന്നു. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. കൈപ്പേറിയ വാക്കാണെങ്കിലും പറയണം, ഇതാണ് നമ്മുടെ നിലനിൽപ്പ്. വർഷങ്ങളായി അവിടെ താമസിക്കുന്നവരും അവിടുത്തെ പാസ്പോർട്ട് എടുത്തവരും പോലും ഭയപ്പെടുകയാണ്. തങ്ങളുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അവർക്കറിയില്ല. കാരണം അവരുടെ കുടുംബവും കുട്ടികളും ഭാരതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്കറിയാം അവിടെ എന്താണെന്നും ഇവിടെ എന്താണെന്നും. എന്നിട്ടും നമ്മൾ മാറാനോ സ്വയം മെച്ചപ്പെടാനോ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് സത്യത്തിൽ വിശ്വഗുരുവാകാൻ താല്പര്യമില്ല. വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ മാത്രമേ താല്പര്യമുള്ളൂ.